ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവരുമേ, പെന്തിക്കൊസ്തി പെരുന്നാളിന് ശേഷം വരുന്ന വെള്ളിയാഴ്ച സ്വർണ്ണ വെള്ളിയാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. പെന്തിക്കൊസ്തി പെരുന്നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ചതായ കർത്താവിൻ്റെ ശിഷ്യന്മാർ സുവിശേഷം പ്രസംഗിക്കുവാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും ഇതെല്ലാം കണ്ടുകൊണ്ട് അനേകർ സഭയിലേക്ക് ചേരുവാനും ഇടയായി എന്നുള്ളത് വിശുദ്ധ അപ്പസ്തോല പ്രവൃത്തികളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന സംഗതിയാണ്. ഈ കാലത്ത് എല്ലാവരും ഒരുമിച്ച് ഏക മനസ്സായിരുന്നു. അനേകം ആളുകൾ തങ്ങളുടെ സമ്പാദ്യങ്ങൾ വിറ്റ് ശിഷ്യന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. അങ്ങനെ ഒരു സമൂഹമായിട്ട് ആത്മീക ചൈതന്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നടന്ന ഒരു സംഭവമാണ് സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്. അപ്പസ്തോല പ്രവൃത്തികൾ 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നതനുസരിച്ച് ഒരു ദിവസം പരിശുദ്ധ പത്രോസ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും 9-ാം മണി സമയത്തെ പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ സുന്ദരം എന്ന വാതിൽക്കൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ഒരു മുടന്തനെ സൗഖ്യമാക്കുന്ന സംഭവമാണ് ഈ ദിവസത്തിന് ആധാരമായിട്ടുള്ളതായ വേദപുസ്തക അടിസ്ഥാനം. അവനെ കണ്ടു. അവൻ ശിഷ്യന്മാരിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചേക്കാമെന്ന് വിചാരിച്ച് അവരുടെ നേരെ നോക്കി. പത്രോസ് ശ്ലീഹ അവൻ്റെ മനസ്സ് അറിഞ്ഞ് അവനെ നേരെ നോക്കിയതിന് ശേഷം അവനോട് പറഞ്ഞു, പൊന്നും വെള്ളിയും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ്റെ കാല് ഉറച്ചു. അവൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. ഇത് കണ്ട ജനങ്ങളെല്ലാം വളരെയധികം അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ പ്രവർത്തകർ, ക്രിസ്തീയ നേതാക്കൾ ഏത് രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു സൂചന കൂടെയാണ് ഈ സംഭവത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ധനം കൂട്ടിവെക്കുന്നതിലല്ല, അത് ആവശ്യക്കാരന് കൊടുക്കുന്നതിലായിരിക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ ശുഷ്കാന്തി ഉണ്ടാകേണ്ടത്. ആദ്യം നമുക്കുള്ളത് കൊടുക്കുക. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായുടെ കാൽക്കൽ അനേകർ അവരുടെ സമ്പാദ്യങ്ങൾ വിറ്റ് കൊണ്ട് കാഴ്ചയായി സമർപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം വരുന്നതിൻ്റെ പിന്നാലെ തന്നെ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന ഒരു പതിവാണ് ആ ആദിമ സഭാ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ പറയുന്നത്, പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ആത്മീക ചൈതന്യമാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് പ്രാപിച്ചതായ ആത്മീക ചൈതന്യം അത് നിനക്ക് ഞാൻ തരുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. നമുക്കുള്ളത് മറ്റുള്ളവർക്ക് ആദ്യം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ലൗകികമായിട്ടുള്ളതായ ധനസമ്പാദ്യങ്ങൾ ആകണമെന്നില്ല. അതിനേക്കാൾ കൂടുതലായി നമ്മൾ ആർജിക്കുന്നതായ ആത്മീക ചൈതന്യം ജനത്തിന് വിതരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ സംഭവം സഭയുടെ ഒരു ചെറിയ പെരുന്നാളിൻ്റെ അടിസ്ഥാനമായിട്ട് സഭ കണക്കാക്കിയാണ് ഈ ദിവസത്തെ പെരുന്നാളുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ സഭയിൽ വിവിധ തരത്തിലുള്ള പെരുന്നാളുകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളുകൾ, അതിന് താഴെ 2-ാം തരത്തിലുള്ള പെരുന്നാളുകൾ, നോമ്പുകളൊക്കെ വീടുന്ന ദിവസങ്ങളാണ്. അതിനും താഴെ 3-ാം തരത്തിലുള്ളതായ പെരുന്നാളുകൾ. എന്നാൽ ഈ പെരുന്നാൾ ഈ 3 തരത്തിലും പെടുന്നതല്ല, അതിന് പുറത്തു നിൽക്കുന്നതാണ്. എല്ലാ പള്ളികളിലും വിശുദ്ധ കുർബാന അന്നേ ദിവസം അർപ്പിക്കണമെന്നുള്ളതായ ശക്തമായ കൃത്യമായ നിബന്ധനകളൊന്നുമില്ല. എന്നിരുന്നാലും പെരുന്നാളുകളുടെ പട്ടികയിൽ ഈ കാര്യം ഇടം പിടിച്ചിരിക്കുന്നു. കാരണം ക്രിസ്തീയ പ്രവർത്തകർ എങ്ങനെയാണ് തങ്ങളുടെ ദൗത്യം പൂർത്തീകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ശക്തമായിട്ടുള്ള ഒരു സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത്. നമുക്കും പത്രോസ് ശ്ലീഹായുടെയും യോഹന്നാൻ ശ്ലീഹായുടെയും ഉദാഹരണം പിന്തുടർന്ന് അവരെ പോലെ പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മളെ ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.